നടത്തിയ വിശുദ്ധമായ ജീവിതത്തിലൂടെ യേശുവിനെ പ്രഘോഷിച്ച മാർത്തോമാ ശ്ലീഹ ഭാരതത്തിന്റെ അപ്പസ്തോലൻ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും നയിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, സ്പർശിച്ചു, അനുഭവിച്ചു എന്ന് സുധീരം ഏറ്റുപറഞ്ഞ് താൻ അനുഭവിച്ചറിഞ്ഞ ദിവ്യഗുരുവിന്റെ ജീവിതത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന തിരുവചനം അന്വർത്ഥമാകുമാറ് മിശിഹായുടെ ഭൗതിക ശരീരമായ സഭയെ കെട്ടിപ്പടുക്കുന്നതിൽ വ്യാപൃതനായിരുന്ന മാർത്തോമാ ശ്ലീഹായും പീഡിപ്പിക്കപ്പെടുകയും തൻ്റെ ദിവ്യഗുരുവിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ധീരരക്തസാക്ഷിത്വത്തിലൂടെ AD 72 ജൂലൈ 3 ചിന്നമലയിൽ വെച്ച് കുത്തേറ്റ് രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. ആഴമായ ദൈവാനുഭവത്തിന്റെയും അതിൽ നിന്നും ആർജിച്ചെടുത്ത ധീരതയുടെയും ബാഹ്യമായ പ്രതിഫലനമായിരുന്നു അപ്പസ്തോലന്റെ ഈ ധീരരക്തസാക്ഷിത്വം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന തോമാസ് ശ്ലീഹായുടെ പ്രഘോഷണത്തിന്റെ പൂർത്തീകരണമാണ് മൈലാപ്പൂരിലെ രക്തസാക്ഷിത്വം നാം കാണുക. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ ഭാരതമണ്ണിനെ ധന്യമാക്കിയ തോമാസ് ശ്ലീഹായുടെ ധീര രക്തസാക്ഷിത്വത്തിന്റെ 19-ാം നൂറ്റാണ്ടും 50-ാം വാർഷികവും പൂർത്തിയാവുന്ന 1950-ാം രക്തസാക്ഷിത്വ ദിനം ഈ വർഷം നാം ആചരിക്കുമ്പോൾ ഭാരതമണ്ണിൽ വിശ്വാസദീപം തെളിച്ച നമ്മുടെ പുണ്യപിതാവിനോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുവാനും വിശുദ്ധൻ പകർന്നു കാട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങളോടും ആ വലിയ ധീരതയോടും പ്രേക്ഷിത തീഷ്ണതയോടും നമ്മുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉറപ്പിക്കുവാനും ഈ തിരുനാൾ ദിനം, ഈ വർഷത്തെ ദുഃഖാന തിരുനാൾ കാരണമാകട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. സഭാമക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖാന തിരുനാൾ പിതൃദിനമാണ്. വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ചു വളർത്തിയ പ്രിയ പിതാവിന്റെ വേർപാടിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും ദുഃഖാന അഥവാ ഓർമ്മദിനം. മാർത്തോമാ ശ്ലീഹ കൊളുത്തിയ വിശ്വാസ വെളിച്ചം മാർത്തോമാ ക്രിസ്ത്യാനികളിലൂടെ ഭാരതത്തിലുടനീളം ആളിപ്പടരണമേ എന്നും ഇന്നും ക്രിസ്തുവിനെ അറിയാത്ത അനേകർക്ക് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കി തീർത്തുകൊണ്ട് സത്യദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ, അവരിലും സുവിശേഷ വെളിച്ചം പകരുവാൻ പ്രേക്ഷിത ചൈതന്യത്തോടെ ധീരതയോടെ ക്രിസ്തുവിന്റെ ധീരപടയാളികളാകുവാൻ ഓരോ മാർത്തോമാ ക്രിസ്ത്യാനികളെയും അനുഗ്രഹിക്കണമേ എന്നും ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സീറോ മലബാർ സഭ ദുഃഖാന തിരുനാൾ സഭാദിനമായി ആചരിക്കുമ്പോൾ
ഉദ്ധിതനായ ഈശോയെ ശ്രവിച്ചും ദർശിച്ചും സ്പർശിച്ചും അനുഭവിച്ചും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിക്കൊണ്ട് സുവിശേഷാഗ്നിയുടെ ചൂടും വെളിച്ചവും നഷ്ടപ്പെടാതെ അത് സംരക്ഷിക്കുവാനും തോമാസ് ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് ഇന്നിന്റെ ലോകത്തിന് മുമ്പിൽ സുവിശേഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആഴമായ ക്രിസ്താനുഭവവും അടിയുറച്ച വിശ്വാസധീരതയും സ്വന്തമാക്കി ലോകത്തിന് മുഴുവൻ ഒരു സാക്ഷ്യമായി തീരുവാൻ എല്ലാ തിരുസഭാധികാരികളെയും വൈദികരെയും സമർപ്പിതരെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്നും ഈ സമയം നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. സഭാപിതാവായ വിശുദ്ധ എഫ്രേം മാർത്തോമാ ശ്ലീഹായെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: 12 പേരിൽ ഒരുവനായ വലിയ ദീപമേ, കുരിശിൽ നിന്നുള്ള തൈലത്താലും പ്രകാശത്താലും നിറഞ്ഞവനായ അങ്ങ് ഇന്ത്യയുടെ ഇരുട്ട് നിറഞ്ഞ നിശയെ ദീപമാക്കിക്കൊണ്ട് നീ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു. സൂര്യരശ്മി പോലെ വലിയ ഗോളത്തിൽ നിന്നും പുറപ്പെടുന്നവനെ നീ ഭാഗ്യവാൻ. നിന്റെ ആഗതമാകുന്ന പ്രഭാതം ഇന്ത്യയുടെ ദിശയെ മാറ്റുന്നു. ആത്മീയ അന്ധകാരത്തിൽ വീർപ്പുമുട്ടിയ ഭാരതത്തിന്റെ ആത്മാവ് വെളിച്ചത്തിനായി കേടുകൊണ്ടിരുന്നപ്പോൾ അവരെ വിശ്വാസ വെളിച്ചത്തിന്റെ വഴികാട്ടുവാൻ AD 52 ഒരു പ്രകാശക്കതിർ ഉദയം കൊണ്ടു. ആ വിശ്വാസ ദീപമാണ് നമ്മുടെ മാർത്തോമാ ശ്ലീഹ. തന്റെ ഗുരുവിന് വേണ്ടി തനിക്കുള്ളത് തന്റെ ജീവനെ തന്നെയും നഷ്ടപ്പെടുത്തുവാൻ കാണിച്ച ധൈര്യം, ആഴമായ വിശ്വാസ തീഷ്ണത, ഇവ രണ്ടും ശ്ലീഹായുടെ ജീവിതത്തിന്റെ സവിശേഷതകളായിരുന്നു എന്ന് സുവിശേഷത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും. നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനോടൊപ്പം പോകാൻ കാണിച്ച സന്നദ്ധത, വിശുദ്ധന്റെ ആ വലിയ ധീരത ഈ ആധുനിക യുഗത്തിന്റെ അന്ധകാരത്തിൽ ആണ്ടുപോകുന്ന മനുഷ്യകുലത്തിന്റെ മുമ്പിലും ഒരു വെല്ലുവിളിയാണ്. തന്റെ ഗുരുവിന് വേണ്ടി ഈ ഭൂമിയിൽ ത്യജിക്കുന്നതൊന്നും നഷ്ടമല്ല എന്ന തിരിച്ചറിവാണ് ഇങ്ങനെയൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്താൻ തോമാസ് ശ്ലീഹായെ ധൈര്യപ്പെടുത്തിയതെങ്കിൽ ഇന്നും ഇതുതന്നെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരോട്, അവന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട നമ്മോട് ഓരോരുത്തരോടും ക്രിസ്തു തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിലൂടെ ഇന്നേ ദിനം നമ്മെയും ഓർമ്മപ്പെടുത്തുക. തിരുവചനത്താളുകളിൽ വളരെ കുറച്ച് മാത്രം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് മാർത്തോമാ ശ്ലീഹ. എങ്കിലും കണ്ടുമുട്ടുന്ന വേളകളിലൊക്കെയും തന്നിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യവചസ്സുകൾ കൊണ്ട് ഗുരുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുകയും തൻ്റെ ഉള്ളിലെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധനാണ് തോമാസ് ശ്ലീഹ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം ഈ സമയം കടന്നു പോകുമ്പോൾ താൻ തൊട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ, വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായുടെ അതേ വിശ്വാസ തീഷ്ണതയോടെ, ആ വിശ്വാസ തീഷ്ണത നമുക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുവചന ഭാഗം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു
കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ തുറന്നു വെച്ച ഒരു പുസ്തകമായിരുന്നു തോമാസ് ശ്ലീഹായുടേതെന്ന് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നും നിന്റെ വഴി എനിക്ക് അറിയില്ല എന്നുമൊക്കെ പറയുമ്പോഴും തൻ്റെ യഥാർത്ഥ അവസ്ഥയെ തോമാസ് ശ്ലീഹ ഒരു ശിശുവിന്റെ മനോഭാവത്തോടെ തുറന്നു കാട്ടുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തോട് തന്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് അനുഭവിച്ചപ്പോൾ, യഥാർത്ഥ വഴിയായ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, ആ വഴിയിലേക്ക് അനേകരെ നയിക്കാൻ ഭാരത മണ്ണിലേക്ക് കടന്നു വന്ന വിശുദ്ധന്റെ വിശ്വാസ തീഷ്ണത എടുത്തു പകരട്ടെ. വിശ്വാസ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ അനേകരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു പ്രേരക ശക്തിയായി നിലകൊള്ളുവാൻ എന്നിലൂടെ ഒരു പുതിയ തോമാസ് ശ്ലീഹ ഈ കാലഘട്ടത്തിൽ പുനരവതരിക്കപ്പെടുവാൻ ഇടയാക്കണം. അതിനുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യർക്കെല്ലാം ക്രിസ്താനുഭവം ഉണ്ടാകുമ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് മാത്രം അത് ലഭിക്കാതെ പോകുന്നത് നാം തിരുവചനത്തിൽ കാണുന്നു. തോമസ് യേശു അവിടെ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് തിരുവചനം പറഞ്ഞു വയ്ക്കുക. പിന്നീട് തോമാസ് ശ്ലീഹായും ശിഷ്യഗണത്തിൽ ആ സമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് സഹോദരങ്ങളോടൊപ്പം യഥാർത്ഥ ക്രിസ്താനുഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, അന്ന് വരെ മനസ്സിൽ തൻ്റെ ദിവ്യഗുരുവിനെ എങ്ങനെയാണോ കരുതിയിരുന്നത് അത് യാതൊരു മൂടുപടവുമില്ലാതെ ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ഈ ഏറ്റുപറച്ചിൽ പെട്ടെന്നുള്ള പ്രേരണ കൊണ്ട് വന്നതായിരിക്കില്ല ഒരു പക്ഷേ. ഈ വിശ്വാസ പ്രഖ്യാപനം ഏറെ നാളായി ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു ബോധ്യം തന്നെ ആയിരിക്കാം. പ്രാണന് തുല്യം സ്നേഹിച്ചൊരാൾ തന്നെ മാത്രം ഒഴിവാക്കി മറ്റു ശിഷ്യർക്കെല്ലാം ദർശനം നൽകിയത് വിശുദ്ധനെ താങ്ങാനാകുന്നതിനും അപ്പുറമുള്ള വേദനയായിരുന്നു. അവന്റെ കയ്യിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവന്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് ആത്മാർത്ഥ സ്നേഹത്തിന്റെ മറ നീക്കിക്കൊണ്ട് ആ വിശുദ്ധൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞത്. യേശുവിന്റെ മുറിപ്പാടുകൾ കണ്ട് സന്തോഷിച്ച ശിഷ്യരുടെ ദൈവാനുഭവം തനിക്കും ഉണ്ടാകണമെന്ന് സങ്കടത്തിന്റെ ഒപ്പം
നിൽക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിന്റെ ശാഠ്യത്തോടെ അവൻ നിലകൊള്ളുമ്പോൾ തിരുമുറിവുകളെ ഒന്ന് കണ്ടും സ്പർശിച്ചും അനുഭവിച്ചും വിശ്വസിക്കുക എന്നത് ആ വിശുദ്ധന്റെ വലിയൊരു ആഗ്രഹമായി ശാഠ്യമായി. തൻ്റെ പ്രിയ ശിഷ്യന്റെ ഹൃദയ പരമാർത്ഥതയ്ക്ക് യേശുവിന്റെ സാന്നിധ്യം കൊണ്ടും സ്പർശനം കൊണ്ടും പ്രത്യുത്തരം നൽകുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനാൽ താൻ പ്രത്യേകമാവിധം സ്നേഹിക്കപ്പെടുന്നുവെന്ന തിരിച്ചറിവ് തോമാശ്ലീഹ സ്വന്തമായി അനുഭവിച്ചറിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലെ വിശ്വാസ വെളിച്ചവും പ്രേക്ഷിത തീഷ്ണതയും ദൈവസ്നേഹവുമെല്ലാം ആളിപ്പടരുകയായിരുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ധീരണം ചെയ്തുകൊണ്ട് ഈശോയുടെ മഹത്വം വിശ്വാസപൂർവ്വം ഏറ്റുപറഞ്ഞ തോമാശ്ലീഹ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച അമൂല്യ നിമിഷങ്ങളായിരുന്നു അത്. ദൈവമാണ് സർവസ്വം എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം. പ്രാർത്ഥിക്കണമേ